സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ 28-ാം തീയതി പാലാരൂപതയിലെ പിറവിത്താനം പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു തിരുപ്പട്ട ദാന ശുശ്രൂഷയിൽ പറഞ്ഞ ദീർഘമായൊരു പ്രസംഗം, ഏകദേശം അരമണിക്കൂറോളം ഞാൻ പറഞ്ഞൊരു പ്രസംഗമാണ്. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിന് താഴെയുള്ള ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വളരെ വൈറലായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് വരികയാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് ഉണ്ട്. തെറിയുടെ അഭിഷേകം മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറേ പേര് പോട്ടയിൽ ഓടി ധ്യാനം കൂടി ശേഷം അവർ തുടങ്ങിയ ഒരു ദൈവശബ്ദം കൺവെൻഷൻ ഉണ്ട്. കണ്ണമ്പ്ലാക്കിൽ അച്ഛനൊക്കെ അറിയാം. 30 വർഷമായിട്ട് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്, ദൈവത്തെ ഓർത്തിട്ട് ആൻഡ്രൂസ് പിതാവ് തലകുത്തി ചോദിച്ചാലും കൊടുത്തേക്കരുത്. ആൻഡ്രൂസ് പിതാവ് അത് ഏറ്റെടുത്താൽ അത് അവസാനിക്കും. ഞാൻ അതിന് പ്രതികരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് പേരെന്നോട് പറഞ്ഞു, പിതാവിൻ്റെ പ്രസംഗം കേൾക്കാത്ത ആളുകൾ ഈ ചെറിയ കട്ട് ചെയ്ത ഈ 30 സെക്കൻഡിൻ്റെ 1 മിനിറ്റ് താഴെയുള്ള ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് പിതാവ് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. എനിക്ക് ആരോടും ശത്രുതയില്ല. ഈ പ്രത്യേകം ഈ പീസ് കട്ട് ചെയ്തവരോടും അത് ദുരുദ്ദേശപരമായിട്ട് സർക്കുലേറ്റ് ചെയ്തോ എനിക്കൊരു പരാതിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വളച്ചൊടിക്കാനായിട്ട് ഈ കട്ട് ചെയ്ത ഈ പീസ് കാരണമാക്കിയതിൽ എനിക്ക് അല്പം മനസ്സിന് ദുഃഖമുണ്ട്. അതിൽ ഒന്നാമത് ശക്തപുരം മാർക്കറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് തൃശ്ശൂർ പട്ടണം. മാർപ്പാപ്പ വന്ന് ആദ്യമായിട്ട് ജനലക്ഷങ്ങൾ മാർപ്പാപ്പ എതിരേറ്റ സ്ഥലമാണ് ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്. മാർപ്പാപ്പയുടെ, പ്രത്യേകിച്ച് വിശുദ്ധനായ ജോൺ പോൾ എന്ന മാർപ്പാപ്പയുടെ പാദസ്പർശമേറ്റ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് എത്ര പുണ്യപ്പെട്ടൊരു സ്ഥലമാണെന്ന് ഞാൻ എന്നും മനസ്സിൽ അഭിമാനത്തോടും ആനന്ദത്തോടും ഓർക്കുന്ന ഒരു സ്ഥലമാണ്. അതത്ര മോശമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. തൃശ്ശൂർക്കാരുടെ ഹൃദയസ്പന്ദനങ്ങളിൽ ഇടിക്കുന്ന ഒരു സ്ഥലമാണത്. അതും തൃശ്ശൂർ പട്ടണത്തിൻ്റെ ശില്പിയായിട്ടുള്ള രാജാവ് ശക്തൻ തമ്പുരാൻ്റെ പേരിലുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് ഈ വാചകത്തിൽ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിനെ ഞാൻ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്ന സൂചന വരുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സത്യമല്ലത്. എൻ്റെ പ്രസംഗ ശൈലി നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ രസമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പ്രയോഗിക്കുന്ന ഒരു ശൈലി. ആ ശൈലിയിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്ത് അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് അപകടം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആൻഡ്രൂസ് പിതാവും ഞങ്ങൾ തമ്മിൽ ചേട്ടനിയന്മാരെ പോലുള്ളവരാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സീനിയറാണ് താഴ്ത്തി പിതാവ്. ഞാൻ റൂമിൽ ചെന്നപ്പോൾ എന്നെ സ്വീകരിച്ച് താഴ്ത്തി പിതാവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായമെത്രാനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇന്നും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാൻ മാത്രം ആത്മബന്ധമുള്ളവരാണ്. ഒരിക്കലും അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടുന്ന ഒരു പ്രയോഗം ഒരു ദുഷ്ടപരമായിട്ട് ഞാൻ പ്രയോഗിക്കില്ല. അദ്ദേഹം എത്രയോ വലിയവനാണെന്നും എത്രയോ കഴിവുള്ളവനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ രസം പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് പോലെ, അതായത് അൽമായരുടെ ഇനിഷ്യേറ്റീവ് അൽമായരുടെ നേതൃത്വത്തിൽ നടക്കണം, അതിന് ഞങ്ങൾ വെറുതെ മെത്രാമാർ കൈയിട്ടിട്ട് അത് കുഴപ്പമാക്കരുത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. എന്നാൽ അൽമായർ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അൽമായർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇല്ലാതെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര മനോഹരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ എക്ലസിയാസ്റ്റിക്കൽ അഡ്വൈസറാണ്. ജീസസ് യൂത്തൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഞാൻ അങ്ങനെ താഴ്ത്തുപിതാവ് ഒരു കുഴപ്പക്കാരനാണ്, താഴ്ത്തുപിതാവിനെ ഏർപ്പെടുത്തിയ അത് കുഴപ്പമുണ്ടാകുന്ന അർത്ഥത്തിലല്ല, ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. താഴ്ത്തുപിതാവിനെ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആർച്ച് ബിഷപ്പ് എന്നും സഭയ്ക്ക് മുൻപിൽ നേതൃത്വം നൽകാൻ നിൽക്കുന്ന പിതാവ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഈ വീഡിയോയുടെ ഈ കട്ട് പീസ് സർക്കുലേറ്റ് ചെയ്ത് എന്നെ കഷ്ടപ്പെടുത്തുകയും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള നിങ്ങളുടെ സ്വന്തം റാഫേൽ തട്ടിൽ പിതാവ്.